ഓക്കെ. രണ്ടാമത്തെ യൂണിറ്റ് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ്. സൈക്കോളജിയുടെ നാച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവം, അതിന്റെ സാധ്യതകളും കാര്യങ്ങളും, എവിടെയൊക്കെയാണ് സൈക്കോളജി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോ ഇത് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു യൂണിറ്റ് കഴിയുന്നതോട് കൂടെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ സൈക്കോളജിയിൽ ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്ന ആ ചോദ്യം, അതായത് നിനക്ക് എന്റെ മൈൻഡ് വായിക്കാൻ കഴിയോടാ, എന്റെ കണ്ണിൽ നോക്കിയിട്ട് എന്റെ രഹസ്യങ്ങൾ പറയാൻ കഴിയോടാ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ, അത് കോമഡി ആവട്ടെ സീരിയസ് ആയിട്ട് അവർ ചോദിക്കുന്നതാവട്ടെ, ഒരു പക്ഷേ ഈ ഒരു യൂണിറ്റോട് കൂടെ തന്നെ നിങ്ങൾക്ക് അതിന് ചെറിയ ഒരു എന്താകാൻ പറ്റും, മറുപടി പറയാൻ പറ്റും എന്നാണ് എന്റെ എക്സ്പെക്ടേഷൻ. നമുക്ക് അതിലേക്ക് എത്താം. കാരണം അതിന്റെ സ്കോപ്പ്, സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും വിശാലാണ്. അപ്പൊ നമ്മള് ഡിഗ്രിയിൽ നമ്മൾ എല്ലാത്തിന്റെയും ഇൻട്രൊഡക്ഷൻ പറയുന്നു, എല്ലാത്തിന്റെയും ജനറൽ ബേസിക്സ് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താക്കും, സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിലേക്ക് പോയിട്ട് സൈക്കോളജിയുടെ വിശാലമായിട്ടുള്ള ലോകം നമുക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ ഒരു യൂണിറ്റോട് കൂടിയിട്ട് നമുക്ക് കാര്യമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നത് സൈക്കോളജിയും മറ്റു എന്താ പറയാ സയൻസ് അല്ലെങ്കിൽ മറ്റു ഏരിയാസ് ഓഫ് എന്താ പറയാ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് നോളജും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഏർലി ഡിവിഷൻസ് ഓഫ് സൈക്കോളജി, ഇതിന്റെ ഡിവിഷൻസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. PPT കാണുന്നുണ്ടല്ലോ അല്ലെ? സത്യത്തില് PPT എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ PPTയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മേജർ ആയിട്ടുള്ള കീവേഡ്സും കീ പോയിന്റ്സും കാര്യങ്ങളാണ് PPTയിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പിന്നെ ഫെർദർ ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെ കുറിച്ച് അറിയണം എന്നുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സാമിൽ ഒരു ഡീസന്റ് സ്കോർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കീ കൺസെപ്റ്റ്സ്, കീ വേർഡ്സ്, കീ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അതിനെ നിങ്ങളെ റിഫ്ലക്ട് ചെയ്ത് എഴുതുന്നത് നിങ്ങളുടെ മിടുക്ക് പോലെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മാർക്ക് കാര്യങ്ങൾ വരിക. അപ്പൊ അതിന് വേണ്ട ഫെർദർ അസിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ഇവര് ടീം ചെയ്തു തരും. പിന്നെ ഈ നമ്മളിപ്പോ പറഞ്ഞു വന്നിട്ടുള്ളത് സൈക്കോളജിയും അതിന്റെ അതർ ഫീൽഡ്, അത് മറ്റു ഫീൽഡുകളായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ റിലേഷൻ എന്നുള്ളതാണ്. മെയിനായിട്ട് സൈക്കോളജി നമ്മൾ പറഞ്ഞു, സൈക്കോളജി ആകുന്നത് 1870s-ലാണ്, 1867-ലാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ വില്യം വൂണ്ട് ആ ലബോറട്ടറി തുടങ്ങുന്നത്. അപ്പോൾ അന്ന് മുതലേക്കാണ് സൈക്കോളജി ഒരു സ്വതന്ത്ര ശാഖയായിട്ട് മാറുന്നത്. അപ്പോൾ അതുവരെ സൈക്കോളജി ഉണ്ടായിരുന്നത് സോഷ്യോളജിയിലും ഫിലോസഫിയിലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ മറ്റു ഫീൽഡുകളിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ സോഷ്യോളജിയിൽ ആന്ത്രോപോളജി, എക്കോണമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, എല്ലാത്തിലും മിക്സ് ആയിട്ട് കിടക്കുന്ന, മിക്സ് ചെയ്ത് റിലേഷൻ ഉള്ള, ബന്ധമുള്ള ഒരു വിഷയമാണ് സൈക്കോളജി. അത് സൈക്കോളജി മാത്രമല്ല, നമ്മൾ ഏത് വിഷയം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് എന്താ പറയാ മറ്റു വിഷയങ്ങളായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിന്റെ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, നമ്മളിപ്പം ഡിഗ്രിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ സൈക്കോളജിയെ കുറിച്ച് ഫെർദർ ആയിട്ട് PGയിൽ പഠിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ജനറൽ സൈക്കോളജിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയാണ് പഠിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചില ആളുകൾ പറയാറുണ്ട്. എന്താണ് ജനറൽ സൈക്കോളജി, എന്താണ് അപ്ലൈഡ് സൈക്കോളജി? ഇതാണ് ഇതിന്റെ എന്താ പറയാ ഒരു മെയിൻ നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് സയൻസ് ആണെങ്കിൽ സയൻസ് രണ്ട് തരത്തിലാണുള്ളത്. സയൻസിന് ഒന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവല്, ഒന്ന് അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെ സൈക്കോളജിയും അപ്ലിക്കേഷൻ ലെവലുള്ളതിനെ അപ്ലൈഡ് സൈക്കോളജി എന്നുള്ളതും, അതുപോലെ നമ്മളെ എന്താ പറയാ അതിനെ കുറിച്ചിട്ടൊരു ഒരു കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ്, എല്ലാ കോണ്ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്സും നൽകുന്നതാണെങ്കിൽ അതിനെ ജനറൽ കൺസെപ്റ്റ്സ് എന്നാണ് പറയാം. ഈ സൈക്കോളജിയിലും അങ്ങനെ തന്നെയാണുള്ളത്. സൈക്കോളജിയിലെ ഇതിനെ ആദ്യം എന്താ പറയാ ബിഹേവിയറിലുള്ള ജനറാലിറ്റീസ്, സിമിലാരിറ്റീസ്, ഇതിനൊക്കെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതിന് നമ്മൾ ജനറൽ സൈക്കോളജി എന്നുള്ളതും, അതിനെ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരുന്നതിന് അപ്ലൈഡ് സൈക്കോളജി എന്നും ആണ് നമ്മൾ പറയുന്നത്. പിന്നീട് ഏർലി ഡിവിഷൻസ് ഓഫ് സൈക്കോളജി ആണ് പിന്നീട് വരുന്നത്. ഇതിന്റെ എന്താ പറയാ ഈ ജനറൽ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഏരിയ ആണ്. എക്സ്പെരിമെന്റൽ ബ്രാഞ്ച്, നോൺ എക്സ്പെരിമെന്റൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഈ എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിൽ വരുന്നത് ഫിസിയോളജിക്കൽ ലേണിംഗ്, പെർസെപ്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ് എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിൽ വരിക.
അതുപോലെ തന്നെ നോൺ എക്സ്പെരിമെന്റൽ ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, സോഷ്യൽ ഡെവലപ്മെന്റൽ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഈ നോൺ എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഏർലി ഡിവിഷൻസിൽ വരുന്നത്. ഇനിയിപ്പം ഇതിന്റെ എന്താ പറയാ സബ് ഫീൽഡ് സൈക്കോളജി എത്രത്തോളം വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളത് നമുക്ക് ഇനിയുള്ള ഇതിന്റെ സബ് ഫീൽഡുകൾ, അതായത് ഇതിന്റെ സ്പെഷ്യലൈസേഷനിലൂടെ നമ്മൾക്ക് എത്താൻ പോകുന്ന, നമ്മുടെ ഭാവിയിൽ നമ്മൾ എത്താൻ പോകുന്ന ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും സബ് ഫീൽഡ് എത്രത്തോളം വിശാലാണെന്നുള്ളത്. ഞാൻ PPT കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഇത്രയും ഏരിയകൾ, ഇത് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ബയോസൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, കൾച്ചറൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി. ഈ സൈക്കോളജിന് മുമ്പുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബയോസൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ ബയോളജിക്കൽ ചേഞ്ചസും, നമ്മുടെ ബയോളജി ഇന്നർ ഡെവലപ്മെന്റ്സ് ആവട്ടെ, ഗ്രോത്ത് കാര്യങ്ങളാവട്ടെ, എങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. കോഗ്നിറ്റീവ് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചിന്താശേഷി കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഹേവിയറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത്. നമ്മുടെ കൾച്ചർ, നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത്. ചില ആളുകൾ പറയുന്നേക്ക സിറ്റിയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ സ്വഭാവമാണ്, റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമാണ്, അപ്പം ഇന്ന മതത്തിലുള്ള ആളുകൾക്ക് ഇന്ന സ്വഭാവമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മുടെ കൾച്ചറൊക്കെയാണ്. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ കൾച്ചറിൽ നമ്മൾ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതൊക്കെ നമ്മുടെ ഇതിൽ സ്വാധീനിക്കും. പിന്നെ എക്സ്പെരിമെന്റൽ സൈക്കോളജി, ജെൻഡർ സൈക്കോളജി തുടങ്ങിയിട്ട് ഒരു വലിയ ലോകം തന്നെ സൈക്കോളജിയിൽ നമുക്കുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോ ഇഗ്നോയുടെ ക്വസ്റ്റ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് സൈക്കോളജിയിലൊന്നും പിന്നെ വരാറില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്ന, 2 യൂണിറ്റ് കവർ ചെയ്യുന്ന, ഒരു ബ്ലോക്ക് കവർ ചെയ്യുന്ന തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. വിശാലമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോ ക്വസ്റ്റ്യൻ വളരെ ഷോർട്ട് ആയിരിക്കും, പക്ഷെ അതിന്റെ ഏരിയ അങ്ങനെയും ഡൈവേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള കീ പോയിന്റ്സിനെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഇതിനെ ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നിങ്ങളിപ്പോ ഈ ഒരു ക്ലാസ് കേട്ടു, ഏകദേശം 3/4 മണിക്കൂറിന്റെ ഒരു ക്ലാസ് കേട്ടിട്ട് ആ ക്ലാസ് കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതട്ടെ എന്ന് വിചാരിച്ചാല് നമുക്ക് എല്ലാം നടന്നോളണം എന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കീ പോയിന്റ്സ് മുഴുവൻ മനസ്സിലാക്കുക. നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ഇതിലൊക്കെ കൂടുതലായിട്ട് പറയുന്നതൊക്കെ. ഈ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ബയോളജിക്കൽ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ആണിന്റെ ബിഹേവിയറും പെണ്ണിന്റെ ബിഹേവിയറും മാറ്റം ഉണ്ടാവും. പിന്നെ നല്ല ബുദ്ധി എന്താ പറയാ ബുദ്ധിയുടെ ശേഷി നല്ല ഉള്ള ആളുകളും കോഗ്നിറ്റീവ് ലെവൽ വളരെ കുറച്ച് കുറഞ്ഞ ആളുടെയും ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രൂപത്തിൽ, അതാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസിലേക്ക് വരുമ്പോൾ അതിനെ അങ്ങനെ ആ ഒരു രൂപത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് എന്താക്കുക നമുക്ക് എക്സാമിൽ മാർക്ക് നല്ല രൂപത്തിൽ കിട്ടാനൊക്കെ നമ്മളെ സഹായിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, വെരി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പോയാൽ മതി. എന്താണെങ്കിലും സൈക്കോളജി നല്ല ഒരു വിഷയമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. പഠിക്കുന്തോറും അതിന്റെ ആഴം കൂടും എന്നൊക്കെ പറയുന്നത് പോലെ പഠിക്കുന്തോറും നമ്മൾ അതിന്റെ നല്ല മാസ്മരികമായിട്ടുള്ള ലോകത്തേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. എല്ലാവർക്കും അതിനുള്ള നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു നല്ല ബിഗിനിങ്ങിൽ, നല്ല തുടക്കത്തിൽ എല്ലാവർക്കും ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ക്ലാസ് നമ്മളിപ്പോ ഒരു ബേസ് ഇല്ലാണ്ട് സൈക്കോളജിയിലേക്ക് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ടോട്ടലി ക്ലൗഡഡ് ആയിരിക്കും. കുറെ പുതിയ വാക്കുകൾ, പുതിയ ടേമുകള്, നമ്മളെ നാട്ടിൽ നിന്ന് കേൾക്കാത്ത കുറെ പേരുകള്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പോ
നിങ്ങൾ ചെയ്യേണ്ടത് ഐ തിങ്ക് ഇത് അവർ പ്രൊവൈഡ് ചെയ്യും ഇതിന്റെ വീഡിയോ റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് 2 തവണയോ 3 തവണയോ ഒക്കെ ഇത് ഒന്നുകൂടെ മനസ്സിലാക്കാനൊക്കെ കേൾക്കാനും കാണാനൊക്കെ ശ്രമിക്കുക. പോയിന്റുകളിലൂടെ വീണ്ടും ആവർത്തിച്ച് പോവുക. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നല്ല ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അങ്ങനെ പഠിക്കുന്നത് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു തവണ കൂടെ ഒന്ന് പോയി ഫർദർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് കവർ ചെയ്യാൻ പറ്റും. അപ്പോ ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ?